ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്, വെയർഹൗസ് ഡിസൈൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഒരു വെയർഹൗസിൻ്റെ ഡിസൈൻ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലേഔട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ വെയർഹൗസിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സോൺസ്, ഏരിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വെയർഹൗസ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ. ഓക്കെ, വെയർഹൗസ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു പ്രൊഡക്റ്റ് വെക്കുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് വരുന്നതിന് അത് ഏത് ഭാഗത്ത് വെക്കണം, അതല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ലേഔട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറുകളിലൊക്കെ, റീറ്റെയിൽ സ്റ്റോറുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, പലതരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡയഗണലായിട്ടും വെർട്ടിക്കലായിട്ടും മിക്സഡ് ആയിട്ടൊക്കെ ഓരോ ഫ്ലോർ ലേഔട്ടുകളുണ്ടാവും. അതുപോലെ വെയർഹൗസിൻ്റെ ഉള്ളിൽ വെയർഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച്, അതുപോലെ തന്നെ അവിടേക്കുള്ള റോഡിൻ്റെ ആക്സസ് അനുസരിച്ച് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡിസൈനാണ് പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്ന് വരുന്നത് യു ഫ്ലോയും രണ്ടാമത് വരുന്നത് ത്രൂ ഫ്ലോയുമാണ് ലേഔട്ട് ഓപ്ഷൻസിൽ. ഓക്കെ, ഇതുകൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ലേബറിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് സ്ട്രീം ലൈൻ ഓപ്പറേഷൻസ്, നമുക്ക് ഓരോ ഓപ്പറേഷൻസും പ്രൊസീജിയേഴ്സും എപ്പോഴൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യാൻ പറ്റും. അതുപോലെ എഫക്റ്റീവ് വർക്ക് ഫോഴ്സ്, പിന്നെ മോർ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ട്രാഫിക് ഫ്ലോ നമുക്ക് സ്മൂത്ത് ആക്കാൻ പറ്റും. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും നമുക്ക് വിസിബിൾ ആയിരിക്കും. പിന്നെ വെയർഹൗസിൽ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നതിനായാലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയാലും ഡാറ്റ മെയിൻ്റനൻസ് ആയാലും നമുക്ക് വളരെ ഈസി ആവും ഇങ്ങനെയുള്ള ഡിസൈൻ കൊണ്ട്. ഇപ്പോൾ 2 തരത്തിലുള്ള ഡിസൈൻസാണ് വരുന്നത്, യു ഫ്ലോയും ത്രൂ ഫ്ലോയും. യു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുപോലെ തന്നെ യു ഷേപ്ഡ് ആയിട്ടുള്ള വെയർഹൗസ് ലേഔട്ടാണ് യു ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കോമൺ ആയിട്ടുള്ള ഒരു വെയർഹൗസാണ്, യു ഷേപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോറിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും ഇതിൻ്റെ ഷിപ്പിംഗ് ആൻഡ് റിസീവിങ് ഏരിയ വരുന്നത്. ഓക്കെ, ഷിപ്പിംഗ് ആൻഡ് റിസീവിങ് ഡോക്സ് ആർ ലൊക്കേറ്റഡ് ടു നെക്സ്റ്റ് ടു വൺ അനദർ. ഓക്കെ, പിന്നെ ഷെയർഡ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ആയിരിക്കും, ഡോക്കുകളുടെ യൂട്ടിലൈസേഷൻ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈസി ആയിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങോ അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ത്രൂ ഫ്ലോ എന്ന് പറയുന്നത് ഡോർസ് 2 സൈഡിലായിട്ടായിരിക്കും ത്രൂ ഫ്ലോ വരുന്നത്. ഓക്കെ, അതായത് റിസീവിങ് ഒരു സൈഡിലായിരിക്കും, ഷിപ്പിംഗ് വേറൊരു സൈഡിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഷിപ്പിംഗ് ആൻഡ് റിസീവിങ് ഏരിയാസ് ലൊക്കേറ്റഡ് ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് എ വെയർഹൗസ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡിലായിട്ടായിരിക്കും ഈ ത്രൂ ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വെയർഹൗസിൻ്റെ മെയിൻ ഏരിയാസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, വെയർഹൗസിൻ്റെ മെയിൻ ഏരിയാസിനെ 5 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് ഗുഡ്സ് ഇൻ റിസീവിങ് ഡോക്ക് ഏരിയനെയാണ് നമ്മൾ ഗുഡ്സ് ഇൻ ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമതാണ് മെയിൻ സ്റ്റോർ, അതായത് റിസർവ് സ്റ്റോറേജ് ഏരിയനെ നമ്മൾ മെയിൻ സ്റ്റോർ എന്ന് പറയും. പിന്നീട് വരുന്നതാണ് ഒരു ഓർഡർ പിക്കിംഗ് ഏരിയ, അത് നമ്മൾ ഫോർവേഡ് സ്റ്റോറേജ് ഏരിയ ആണ്, അതായത് എപ്പോഴും പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു ഏരിയ. പിന്നെ വരുന്നതാണ് മാർഷലിംഗ്, കൺവെയർ ലൈൻസ് ഏരിയ ആണ്, കൺവെയർ ലൈൻസ് ഏരിയ ആണ്. പിന്നെ വരുന്നതാണ് 5ാമത് വരുന്നതാണ് ഗുഡ്സ് ഔട്ട്, അതായത് ഷിപ്പിംഗ് ഡോക്ക് ഏരിയ. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ഇൻ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗുഡ്സ് ഇൻ വെയർഹൗസ്, അത് ഒരു വെയർഹൗസിൻ്റെ ഉള്ളിലെ ഗുഡ്സ് ഇൻ ഏരിയ എന്ന് പറയുന്നത് ഇൻകമിങ് ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, ആ വാക്കിൽ തന്നെയുണ്ട് ഗുഡ്സ് ഉള്ളിലേക്ക് വരുന്നതിന്. ഓക്കെ, അതുപോലെ തന്നെ അൺലോഡ് ചെയ്യുന്ന, ടെമ്പററിലി ഹോൾഡ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഏരിയ തന്നെയായിരിക്കും ചെക്ക് ചെയ്യുന്നതും ഗുഡ്സിനെ കറക്റ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ അതുപോലെ റെക്കോർഡ് റെസിപ്റ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നതും ആ ഒരു ഏരിയയിലായിരിക്കും. ഓക്കെ, ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കും ഗുഡ്സ് ഇൻ ഏരിയ. രണ്ടാമത് നമ്മൾ കണ്ടു മെയിൻ സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ ലൊക്കേഷൻസ് കൺഫേം ചെയ്യുന്നതാണ്, അതായത് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗുഡ്സിൻ്റെ ലൊക്കേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് മെയിൻ സ്റ്റോർ. ഓക്കെ, അവിടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയും കൂടെ ആയിരിക്കും. പിന്നീട് വരുന്നതാണ് ഓർഡർ പിക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അത് ഗുഡ്സ് കസ്റ്റമറിന് പോകാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്
ഓർഡർ പിക്കിംഗ് ഏരിയ. പാക്ക് ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതൊക്കെ അവിടെ ആയിരിക്കും. അതുപോലെ തന്നെ പാക്കേജിങ്ങും മെറ്റീരിയൽ സ്റ്റോറും അവിടെ തന്നെ ആയിരിക്കും വരുന്നത്. മാർഷലിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോർവേഡ് കൺവെയർ ലൈൻസ് ഏരിയ അല്ലേ, അസംബ്ലിങ് ഗുഡ്സ് അസംബിൾ ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ, അതായത് വെഹിക്കിൾ ലോഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വെഹിക്കിളിലേക്ക് ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടി അസംബിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഗുഡ്സ് ഔട്ട് ഏരിയ. ഓക്കെ, ഗുഡ്സ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിംഗ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പുറത്തേക്ക് ഗുഡ്സ് പോകുന്നതിന് നമ്മൾ ഗുഡ്സ് ഔട്ട് ഏരിയ എന്ന് പറയും. അവിടെ ലോഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ വെഹിക്കിൾ ഡെസ്പാച്ച് ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയായിരിക്കും ഗുഡ്സ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ സ്റ്റോറേജിനെ ഇങ്ങനെ ഏരിയ ആയിട്ട് തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയർഹൗസ് ഓപ്പറേഷനെ ഇങ്ങനെ ഏരിയ ആയിട്ട് തിരിക്കുന്നത് അതിൻ്റെ സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു വെയർഹൗസിൻ്റെ സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സിൻ്റെ യൂസേജ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി, പിന്നെ ലേബറിൻ്റെ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ ആക്സസിബിലിറ്റി എല്ലാ പ്രൊഡക്റ്റിൻ്റെ അടുത്തേക്കും ആക്സസ് ഉണ്ടാവാൻ വേണ്ടിയും കൂടിയാണ്. ഓക്കെ, പിന്നെ പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി ഓഫ് ഗുഡ്സ് ആണ് ഇങ്ങനെ സ്റ്റോറായിട്ട് നമ്മൾ തരംതിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇത്രയാണ് മെയിൻ ഏരിയാസ് ഓഫ് വെയർഹൗസ് ഓപ്പറേഷൻസിൽ വരുന്നത്.